عن أبي هريرة رضي الله عنه مرفوعا അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതായി പ്രവാചകനിലേക്ക് ചേർത്തു പറയപ്പെടുന്നു. قال الله عز وجل أنا عند ظن عبدي بي وأنا معه حيث يذكرني. അല്ലാഹു അരുളി, എന്റെ ദാസൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ഞാൻ അവനോട് പെരുമാറുക. അവൻ എന്നെ സ്മരിക്കുന്നിടത്ത് ഞാൻ അവന്റെ കൂടെയുണ്ട്. വിശദീകരണം: അല്ലാഹുവിനെക്കുറിച്ച് എപ്പോഴും നല്ല ചിന്തകൾ, ഹുസ്നുദ്ദൻ വെച്ചുപുലർത്താൻ ഈ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അല്ലാഹു എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും, എനിക്ക് മാപ്പ് തരും, എന്നെ സഹായിക്കുമെന്ന് ഒരു ദാസൻ ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ അല്ലാഹു അവന് അത് നൽകും. നേരെമറിച്ച് നിരാശയോടും മോശം വിചാരത്തോടും കൂടിയാണ് സമീപിക്കുന്നതെങ്കിൽ അവന് അപ്രകാരം തന്നെ ലഭിക്കും. കൂടാതെ ഒരു ദാസൻ അല്ലാഹുവിനെ ഓർക്കുമ്പോഴെല്ലാം അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണവും കാരുണ്യവും സഹായവും അവന്റെ കൂടെയുണ്ടാകും. വല്ലാഹി ലല്ലഹ അഫ്റഹു ബിതൗബതി അബ്ദിഹി മിൻ അഹദികും യജിദു ദല്ലതഹു ബിൽഫലാ. അല്ലാഹുവാണ് സത്യം. വിജനമായ മരുഭൂമിയിൽ വെച്ച് നഷ്ടപ്പെട്ടുപോയ ഒട്ടകത്തെ തിരികെ ലഭിക്കുമ്പോൾ നിങ്ങളിലൊരാൾക്കുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ ഏറെ അല്ലാഹുവിന് തന്റെ ദാസന്റെ പശ്ചാത്താപത്തിൽ സന്തോഷമുണ്ട്. വിശദീകരണം: അല്ലാഹുവിന് തന്റെ ദാസന്മാരോടുള്ള അതിരറ്റ കാരുണ്യത്തെയാണ് ഇത് കാണിക്കുന്നത്. വിജനമായ ഒരു മരുഭൂമിയിൽ ഭക്ഷണവും വെള്ളവുമായി തന്റെ ഒട്ടകം നഷ്ടപ്പെടുന്ന ഒരാൾക്ക് മരണം ഉറപ്പാണ്. എന്നാൽ മരണത്തെ മുഖാമുഖം കണ്ട് നിരാശനായിരിക്കുമ്പോൾ ആ ഒട്ടകം പെട്ടെന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ അയാൾക്കുണ്ടാകുന്ന സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്. ഒരു ദാസൻ തെറ്റുകളിൽ നിന്ന് അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോൾ, തൗബ ചെയ്യുമ്പോൾ, അല്ലാഹുവിന് അതിനേക്കാൾ എത്രയോ വലിയ സന്തോഷമാണുണ്ടാകുന്നത്. അല്ലാഹു തന്റെ ദാസന്റെ നാശമല്ല, മറിച്ച് രക്ഷയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. വമൻ തഖറബ ഇലയ്യ ശുബ്രൻ തഖറബ്തു ഇലൈഹി ദിറാഅൻ വമൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബഅൻ വഇദ അഖ്ബല ഇലയ്യ യംശി അഖ്ബൽതു ഇലൈഹി ഉഹർവിലു. അവൻ ഒരു ചാണളവ് എന്നിലേക്കടുത്താൽ ഞാൻ ഒരു മുഴമളവ് അവനിലേക്കടുക്കും. അവൻ ഒരു മുഴമളവ് എന്നിലേക്കടുത്താൽ ഞാൻ ഒരു ബാ അവനിലേക്കടുക്കും. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിവരും. വിശദീകരണം: അല്ലാഹുവിലേക്കടുക്കാൻ ഒരു ദാസൻ ചെറിയൊരു പടി മുന്നോട്ട് വച്ചാൽ അല്ലാഹു അവനിലേക്ക് അതിവേഗത്തിലും ഇരട്ടിയായും കാരുണ്യം ചൊരിയുമെന്നാണ് ഈ പ്രതീകാത്മകമായ വാക്കുകൾ വ്യക്തമാക്കുന്നത്. നാം ചെറിയ നന്മകൾ ചെയ്യുമ്പോൾ അല്ലാഹു വലിയ പ്രതിഫലങ്ങൾ തരുന്നു. നാം അവനിലേക്ക് നടന്ന് അടുക്കുമ്പോൾ അവന്റെ അനുഗ്രഹങ്ങളും പാപമോചനവും നമ്മിലേക്ക് ഓടിയെത്തുന്നു. മനുഷ്യന്റെ ഭാഗത്തുനിന്നുള്ള ചെറിയൊരു ആത്മാർത്ഥ ശ്രമം മതി അല്ലാഹുവിന്റെ വലിയ പ്രീതിയും സഹായവും നേടിയെടുക്കാൻ എന്ന് ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നു. മുത്തഫഖുൻ അലൈഹി വഹാദ ലഫ്ദു ഇഹ്ദ റിവായാതി മുസ്ലിം. ബുഖാരിയും